ഹായ്, ഞാൻ ഇന്ന് വചനം വായിച്ചപ്പോൾ യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യം പ്രകാരം പറയുന്നു, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കെ എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഈ വചനം വായിച്ചപ്പോൾ ആദ്യം നമുക്ക് പറയാം, ഓക്കെ, ഇവയെല്ലാം എന്റേതാണ്, ഇവയെല്ലാം എന്റെ കരവേലയാണ്. അത് നമുക്ക് അറിയാം. നമ്മൾ കർത്താവിനോട് പറയുന്നു, അതേ കർത്താവ്, ഇതെല്ലാം നിന്റെ കരവേല തന്നെയാണ്. നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. രണ്ടാമത്തേത്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കെ. ആത്മാവിൽ എളിമയും അനുതാപവും നമ്മുടെ ആത്മാവിൽ കർത്താവെ, എനിക്ക് നമ്മളിലുള്ളിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ അത് എന്റെ കഴിവ് കൊണ്ടല്ല കർത്താവെ, നിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഒരു എളിമപ്പെടലിലൂടെ നമ്മൾ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് തെറ്റുപറ്റുമ്പോൾ അനുതാപം ഉണ്ടാകുക. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ തെറ്റുപറ്റി എന്നുള്ള ആ ഒരു അനുതാപം ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ, എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചു. എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്നുള്ളത്. അവിടെ ഞാൻ വായിച്ചു, അതിനെക്കുറിച്ച് ധ്യാനിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അപ്പം ഇപ്രകാരം പറയുന്നു, അവിടുത്തെ കർത്താവിന്റെ വചനത്തെ അറിയുക, കർത്താവിനെ കൂടുതൽ അറിയുമ്പോഴുള്ള നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ബഹുമാനം, അവിടുത്തെ ആ ഹ്യൂമിലിറ്റി നമ്മൾ അറിയുക. ആ ഒരു ബഹുമാനവും സ്നേഹവും നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുമ്പോൾ, കർത്താവിന്റെ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയണ്ടേ, വിറയലല്ല, ആ ഒരു കുളിര്, ആ ഒരു സ്നേഹം, അതാണ്. ആ ഒരു സ്നേഹവും ഒരു ബഹുമാനവും എല്ലാം എപ്പോഴും ആ ഒരു സന്തോഷത്തോടു കൂടി കർത്താവിന്റെ വചനം എടുത്തു വായിക്കാനും കർത്താവിനെ അറിയുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. അവിടെയാണ് കർത്താവിന്റെ കടാക്ഷം നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഈ വചനം നിങ്ങളും എല്ലാവരും ഒന്നും കൂടെ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ.